ബാക്ക് നമുക്കിന്നൊരു പാവയ്ക്കത്തേൽ വയ്ക്കാം. ഒട്ടും കയ്പില്ലാത്തതും തേങ്ങ ചേർക്കാത്തതും കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പാവയ്ക്കത്തേലാണ്. എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ആവശ്യത്തിന് 2 പാവയ്ക്ക എടുക്കുക. ഇഷ്ടമുള്ള ആകൃതിയിൽ അരിഞ്ഞ് കുറച്ച് നേരം ഉപ്പുവെള്ളത്തിൽ മുക്കി വയ്ക്കുക. വിഷാംശങ്ങളെല്ലാം മാറിക്കോളും, അതുപോലെ തന്നെ കയ്പ്പ് മാറിക്കോളും. അതിനുശേഷം കഴുകി വാരിയെടുത്തതിന് ശേഷം ഒരു കറിച്ചട്ടി എടുത്തതിലോട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ല വഴറ്റിയതിന് ശേഷം നല്ല വാടിക്കിടണേ. അത് കോരിയെടുക്കുക. അതേ കറിച്ചട്ടിയിൽ തന്നെ നമ്മൾ എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഒരു 10-15 ചെറുള്ളി ചേർക്കുക, ഒരു സവാള അരിഞ്ഞ് ചേർക്കുക. അതിലോട്ട് 2-3 പച്ചമുളക് ഉപ്പും ചേർത്ത് നല്ല വഴറ്റുക. തക്കാളിപ്പഴം ചേർത്ത് വീണ്ടും വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് കളറിന് മഞ്ഞൾപ്പൊടി ചേർക്കുക, കറിവേപ്പില 2 തണ്ട് ചേർക്കുക, ഇഷ്ടമുള്ളപ്പോൾ കറിവേപ്പില ചേർക്കാവേ. അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് നമ്മൾ നല്ല വഴറ്റിയതിന് ശേഷം പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കുക. അതിലോട്ട് റെഡിയാക്കി വാട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടി ചേർത്ത് ഉപ്പ് നോക്കിക്കോണം, വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം തിളപ്പിച്ച് എണ്ണ വറ്റുന്നോടം വരെ വേവിച്ചെടുക്കുകയാണെങ്കിൽ പാവയ്ക്കത്തിൽ റെഡി.